നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1-ലെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഓഫ് സിമെൻറ്റ് എങ്ങനെ മാനുഫാക്ചറിങ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് സിമെൻറ്റ് മാനുഫാക്ചറിങ് ചെയ്യാം. ഒന്ന് ഡ്രൈ പ്രോസസ്സ് ആൻഡ് മറ്റേത് വെറ്റ് പ്രോസസ്സ്. രണ്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. Cement is a product obtained by burning a well-proportioned mixture of calcareous and argillaceous material and crushing the same to a fine powder. Calcareous മെറ്റീരിയൽസിൻ്റെയും അർജിലേഷ്യസ് മെറ്റീരിയൽസിൻ്റെയും ഒരു വെൽ പ്രൊപ്പോർഷൻഡ് മിക്സ്ചർ ഹൈ ടെമ്പറേച്ചറിൽ അബൌട്ട് 1300 to 1500 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഫൈൻ പൗഡറാക്കി മാറ്റിയിട്ടാണ് സിമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദ സിമെൻറ്റ് വിച്ച് ഈസ് ജനറലി യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് കോൺക്രീറ്റ് ഈസ് ദ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. നമ്മൾ സാധാരണഗതിയിൽ നോർമൽ കൺസ്ട്രക്ഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന സിമെൻറ്റ് OPC, അതായത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്ന് പറയും. ആൻഡ് ദ റോ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ മാനുഫാക്ചറിംഗ് ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ആർ കാൽക്കാരിയസ് മെറ്റീരിയൽസ് സച്ച് ആസ് ലൈംസ്റ്റോൺ ഓർ ചോക്ക് ആൻഡ് അർജിലേഷ്യസ് മെറ്റീരിയൽസ് സച്ച് ആസ് ഷെയിൽ ഓർ ക്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു കാൽക്കാരിയസ് മെറ്റീരിയലും അർജിലേഷ്യസ് മെറ്റീരിയലും ഗ്രൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ അത് ക്രഷ് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ട് പൊടിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസിൽ മിക്സ് ചെയ്തിട്ടാണ് സിമെൻറ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് ഈ കാൽക്കാരിയസ് മെറ്റീരിയൽ അല്ലെങ്കിൽ അർജിലേഷ്യസ് മെറ്റീരിയൽ? കാൽക്കാരിയസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അതിനൊരു എക്സാമ്പിളാണ് ലൈംസ്റ്റോൺ ഓർ ചോക്ക്. ലൈംസ്റ്റോൺ ചോക്ക് പോലത്തെ മെറ്റീരിയൽസിനാണ് കാൽക്കാരിയസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ദെൻ അർജിലേഷ്യസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജിലേഷ്യസ് മെറ്റീരിയൽസ് എക്സാമ്പിളാണ് ഷെയിൽ ഓർ ക്ലേ. ഇതിൽ അടങ്ങിയിട്ടുള്ളത് സിമെൻറ്റിൻ്റെ മറ്റ് കൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ടുള്ള മറ്റ് കമ്പോണൻസ് ആയിട്ടുള്ള സിലിക്കയും അലൂമിനിയം അയൺ ഓക്സൈഡൊക്കെ അടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസാണ് ഷെയിൽ ഓർ ക്ലേ. And cement is manufactured in a variety of forms these days, such as low heat cement, rapid hardening cement, high alumina cement, white cement, blast furnace slag cement, sulfate resisting cement, etc. അപ്പോൾ ഈ സിമെൻറ്റിൻ്റെ കമ്പോണൻസ്, സിമെൻറ്റ് ഉണ്ടാക്കുന്ന മിക്സ്ചറുകൾ പലതരത്തിൽ അതിൻ്റെ വേരിയേഷൻസ് ചെയ്തുകൊണ്ട് സിമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓരോ സിമെൻറ്റ്സിനും ഓരോ പ്രോപ്പർട്ടീസാണ്. ലോ ഹീറ്റ് സിമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നത്, സിമെൻറ്റ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രേഷൻ നടക്കുന്ന സമയത്ത് ചെറിയ ഹീറ്റ് മാത്രമേ ഇവോൾവ് ചെയ്യുള്ളൂ. അതേപോലെ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് ആൻഡ് ഹൈ അലൂമിന സിമെൻറ്റ്. റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് പെട്ടെന്ന് തന്നെ ഹാർഡനിങ് ചെയ്യും അല്ലെങ്കിൽ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യും. അതുപോലെ സെയിം തന്നെയാണ് ഹൈ അലൂമിന സിമെൻറ്റ്. അലൂമിന കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള സിമെൻറ്റാണ്. അപ്പോൾ അത് പെട്ടെന്ന് ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റാണ്. കോൾഡ് കണ്ടീഷൻസിലൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന സിമെൻറ്റ്. അതേപോലെ വൈറ്റ് സിമെൻറ്റിൻ്റെ കളറ് വൈറ്റ് കളറാണ്. ഈസ്തറ്റിക് പർപ്പസിനൊക്കെ നമുക്ക് വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്യാം. ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെൻറ്റിൽ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് കൂടെ ആഡ് ചെയ്തിട്ട്, അതായത് ഒരു മിക്സർ ഓഫ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, ചെറിയൊരു പ്രൊപ്പോർഷൻസ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് കൂടെ ആഡ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സിമെൻറ്റാണ്. അതേപോലെ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. വാട്ടർ ബോഡീസിലൊക്കെയുള്ള കൺസ്ട്രക്ഷൻസിൽ സൾഫേറ്റിൻ്റെ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സൾഫേറ്റ് RCC സ്ട്രക്ചേഴ്സിലേക്ക് റെയിൻഫോഴ്സ്മെൻറ്റൊക്കെ കൊറോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരം വാട്ടർ ബോഡീസിലൊക്കെയുള്ള കൺസ്ട്രക്ഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ഓഫ് സിമെൻറ്റാണ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. അങ്ങനെ പലതരത്തിലുള്ള സിമെൻറ്റാണ്. അപ്പോൾ ഏത് സിമെൻറ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ദ റിക്വയർഡ് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്. കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന് എത്രത്തോളം സ്ട്രെങ്ത് ആണോ അതിനനുസരിച്ചിട്ടുള്ള സിമെൻറ്റ് യൂസ് ചെയ്യാം. ദെൻ ദ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ, ഏത് രീതിയിലുള്ള സ്ട്രക്ചർ, ഏത് ടൈപ്പ് സ്ട്രക്ചേഴ്സാണ്, ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് ആണോ അല്ലെങ്കിൽ ലോഡൊന്നും വരാത്ത നോർമൽ സ്ട്രക്ചേഴ്സ് ആണോ, ഏത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് എലമെൻറ്റ്സ് ആണ്, സൂപ്പർ സ്ട്രക്ചർ ആണോ ഫൗണ്ടേഷനിലാണോ യൂസ് ചെയ്യുന്നത് എന്നതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യുന്ന സിമെൻറ്റും അതിനനുസരിച്ച് വേരി ചെയ്തിരിക്കും. ആൻഡ് ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചർ ഈസ് ടു ടേക്ക് പ്ലേസ്. ഇപ്പോൾ ഏത് കണ്ടീഷൻസിലാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്, വളരെ ഡ്രൈ കണ്ടീഷനാണോ അല്ലെങ്കിൽ വെറ്റ് കണ്ടീഷൻസിനാണോ അതല്ലെങ്കിൽ വാട്ടർ ബോഡീസിലാണോ കൺസ്ട്രക്ഷൻസ് നടക്കുന്നത്, അതിനനുസരിച്ചൊക്കെ സിമെൻറ്റിൻ്റെ കണ്ടീഷൻസ് മാറിക്കൊണ്ടിരിക്കും. വാട്ടർ ബോഡീസിലൊക്കെ ആണെങ്കിൽ ഹൈ അലൂമിന സിമെൻറ്റ്, ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രൈ കണ്ടീഷൻസിൽ വെറ്റ് കണ്ടീഷൻസിൽ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഏത് കണ്ടീഷൻസിലാണോ കൺസ്ട്രക്ഷൻ നടക്കുന്നത് അതിനനുസരിച്ചുള്ള സിമെൻറ്റ് യൂസ് ചെയ്യാം. Now we are moving to the manufacturing process of cement. The process of manufacture of cement consists of grinding the raw materials, that is calcareous and argillaceous materials. നേരത്തെ നമ്മൾ സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് സിമെൻറ്റ് ഉണ്ടാക്കുന്നത് നോക്കാം.
ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കാൽക്കാരിയസ് മെറ്റീരിയൽസും അർജിലേഷ്യസ് മെറ്റീരിയൽസും അത് ഗ്രൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ലൈം സ്റ്റോൺ പോലത്തെ മെറ്റീരിയൽസ് വലിയ ബോൾഡേഴ്സൊക്കെ ആയിട്ടാണ് അവൈലബിൾ ആവുക. അപ്പോൾ ആ ബോൾഡേഴ്സിനെ ഗ്രൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് സ്മോൾ സൈസസ് ആക്കി മാറ്റണം. ദെൻ അതിനെ പൗഡർ ഫോമിലേക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ദെൻ മിക്സിംഗ് ദം ഇൻറ്റിമേറ്റ്ലി ഇൻ സർട്ടൻ പ്രൊപ്പോർഷൻസ് ആൻഡ് ബേണിംഗ് ദം ഇൻ എ കിൽ at a temperature of about 1500 degrees Celsius. Then different materials in a അർജിലേഷ്യസ് മെറ്റീരിയൽസും കാൽക്കാരിയസ് മെറ്റീരിയൽസും സ്പെസിഫിക് പ്രൊപ്പോർഷൻസിൽ അതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അതിനെ ബേൺ ചെയ്യണം. ചൂളയിലിട്ട് കോൺക്രീറ്റ് ചൂളയിലിട്ട് ബേൺ ചെയ്യണം. അബൌട്ട് ദ ടെമ്പറേച്ചർ 1500 ഡിഗ്രി സെൽഷ്യസ് 1500 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിൽ അതിനെ ബേൺ ചെയ്യണം. ആസ് ദ റോ മെറ്റീരിയൽസ് കംസ് ഡൗൺ ത്രൂ ദ ബേണിംഗ് സോൺ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്മോൾ ലംസ് ഓർ നോഡ്യൂൾസ് കോൾഡ് ക്ലിങ്കേഴ്സ് ഓഫ് ഡയമീറ്റർ 3 mm to 20 mm. ഈ ബേൺ ചെയ്യുന്ന ചൂളയിൽ അപ്പർ സൈഡിലാണ് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ മിക്സറിനെ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ അത് റോൾ ചെയ്ത് താഴെത്തുന്ന സമയത്ത് അതിൻ്റെ കൂടെ ബേണിങ്ങും നടക്കും. താഴെത്തുന്ന സമയത്ത് അത് സ്മോൾ ലംസായി മാറുന്നു, ചെറിയ സിമെൻറ്റിൻ്റെ കട്ടകളായിട്ട് മാറുന്നു. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ക്ലിങ്കേഴ്സ് എന്ന് പറയും. അതിൻ്റെ ഡയമീറ്റർ 3 mm to 20 mm ഡയമീറ്റർ ആയിരിക്കും. ക്ലിങ്കേഴ്സിൻ്റെ ഫോട്ടോയും കൂടെ കാണാം. സിമെൻറ്റ് ക്ലിങ്കേഴ്സ്, സിമെൻറ്റിൻ്റെ ചെറിയ ലംസുകൾ, ചെറിയ കട്ടകൾ. ഇപ്പോൾ സിമെൻറ്റിന് യൂസ് ചെയ്യുന്ന പല മെറ്റീരിയൽസും ഫ്യൂസ് ചെയ്തിട്ട് ഉള്ളൊരു ഫോമാറ്റാണ് ക്ലിങ്കേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഈ ക്ലിങ്കർ നല്ല ഹോട്ട് കണ്ടീഷൻസിലായിരിക്കും നമുക്ക് കിൽന്ന് ലഭിക്കുന്നത്. ദ ക്ലിങ്കർ ഈസ് കൂൾഡ് ആൻഡ് ഗ്രൗണ്ട് ടു ദ ഫൈൻ പൗഡർ വിത്ത് അഡീഷൻ ഓഫ് അബൌട്ട് 3 to 5% ഓഫ് ജിപ്സം. ഈ ക്ലിങ്കേഴ്സിനെ ഇനി ഗ്രൈൻഡ് ചെയ്ത് ബോൾ മില്ലിലൊക്കെ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഫൈൻ പൗഡർ ആക്കിയിട്ട് പൊടിക്കണം. അതിൻ്റെ കൂടെ ഒരു 5% ജിപ്സം ആഡ് ചെയ്യുന്നുണ്ട്. ക്വിക്ക് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്. അതായത് വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സെറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു പ്രോപ്പർട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്. ആൻഡ് ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ഇൻ ദിസ് പ്രൊസീജിയർ ഈസ് കോൾഡ് ആസ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഇതാണ് പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ സിമ്പിൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. 2 രീതിയിൽ നേരത്തെ പറഞ്ഞു സിമെൻറ്റ് മാനുഫാക്ചറിങ് ഉണ്ടെന്ന് പറഞ്ഞു. ദർ ആർ 2 പ്രോസസ് നോൺ ആസ് വെറ്റ് ആൻഡ് ഡ്രൈ പ്രോസസ് ഡിപ്പെൻഡിങ് അപ്പോൺ വെദർ ദ മിക്സിംഗ് ആൻഡ് ഗ്രൈൻഡിങ് ഓഫ് റോ മെറ്റീരിയൽ ഈസ് ഡൺ ഇൻ വെറ്റ് ഓർ ഡ്രൈ കണ്ടീഷൻസ്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് അർജിലേഷ്യസ് മെറ്റീരിയലും കാൽക്കാരിയസ് മെറ്റീരിയൽസും എങ്ങനെയാണ് മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് വെറ്റ് കണ്ടീഷൻസിലാണോ ഡ്രൈ കണ്ടീഷൻസിലാണോ എന്നതിനെ അപേക്ഷിച്ചാണ് 2 പ്രോസസ്സും വരുന്നത്. വെറ്റ് കണ്ടീഷൻസിലാണെങ്കിൽ, അതായത് വാട്ടർ ആഡ് ചെയ്തിട്ട് സ്ലറി ഫോർമാറ്റിലാണ് ഇത് മിക്സ് ചെയ്യുന്നതെങ്കിൽ അതിനെ വെറ്റ് പ്രോസസ്സ് എന്ന് പറയും. വാട്ടർ ആഡ് ചെയ്യാതെ ഡ്രൈ കണ്ടീഷൻസിലാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡ്രൈ പ്രോസസ്സ് എന്ന് പറയും. വെറ്റ് പ്രോസസ്സ് ആൻഡ് ഡ്രൈ പ്രോസസ്സ് തമ്മിലുള്ള ഡിഫറൻസസുകൾ 2-3 ഡിഫറൻസസുകളുണ്ട്. ചിലപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. ഒന്നാമത്തേത് വെറ്റ് പ്രോസസ്സിൽ വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്, ഡ്രൈ പ്രോസസ്സിൽ വാട്ടർ ആഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തേത് ഫ്യൂവൽ കൺസപ്ഷനാണ്. ദ ഡ്രൈ പ്രോസസ് റിക്വയർസ് ലെസ് ഫ്യൂവൽ ആസ് കമ്പയർഡ് ടു ദ വെറ്റ് പ്രോസസ് ബിക്കോസ് വെറ്റ് പ്രോസസ് റിക്വയർ മോർ ഫ്യൂവൽ ആസ് സ്ലറി കണ്ടെയ്ൻസ് അബൌട്ട് 35 to 50% ഓഫ് വാട്ടർ. വെറ്റ് പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു സ്ലറി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ്, സ്ലറി ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ലറിയിൽ 35 to 50% ഓഫ് വാട്ടർ ഉണ്ട്. നമുക്ക് സിമെൻറ്റ് ഫൈനലി കിട്ടുന്നത് ഡ്രൈ സ്റ്റേജിലാണ്. സോ ഈ വാട്ടറിനെ 35 to 50% വാട്ടറിനെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂവൽ കൂടുതൽ ആവശ്യമുണ്ട്. സോ വെറ്റ് പ്രോസസ് റിക്വയർസ് മോർ ഫ്യൂവൽ ദാൻ ഡ്രൈ പ്രോസസ്. And in India, most of the cement factories uses wet process because of the possibility of more accurate mixing of raw material. പിന്നെ രണ്ടാമത്തെ കമ്പാരിസൺ ആണ് വെറ്റ് പ്രോസസ്സിൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് റോ മെറ്റീരിയൽസ് മിക്സ് ചെയ്യാൻ പറ്റും ആസ് കമ്പയർഡ് ടു ദ ഡ്രൈ പ്രോസസ്. With the modern development of technique of dry mixing of powdered material using compressed air, a number of factories using dry process method recently ടെക്നോളജി ഒക്കെ അഡ്വാൻസ് ചെയ്തതിനനുസരിച്ച് ഡ്രൈ പ്രോസസ്സ് തന്നെ നല്ല അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ട് തന്നെ റോ മെറ്റീരിയൽസ് മിക്സ് ചെയ്യുന്നുണ്ട് യൂസിങ് കംപ്രസ്ഡ് എയർ. നൗ നമുക്ക് വെറ്റ് പ്രോസസ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. First, the different steps included in wet process is explained below. First, the raw limestone from quarries is first crushed into small size fragments. Quarries നിന്ന് ലൈംസ്റ്റോൺസ് കളക്ട് ചെയ്യണം. വലിയ ലാർജ് ബൗൾഡേഴ്സ് ഒക്കെ ആയിട്ടാണ് ലൈംസ്റ്റോൺ കളക്ട് ചെയ്യുന്നത്. അതിനെ
ക്രഷേഴ്സ് യൂസ് ചെയ്ത് ക്രഷ് ചെയ്തിട്ട് സ്മോൾ സൈസ് ഫ്രാഗ്മെൻറ്റ്സ് ആക്കി മാറ്റണം. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് then it is mixed with clay or shale in a bowl or tube mill and ground to form a slurry of a fine consistency with the addition of water. Then argillaceous മെറ്റീരിയൽസിലായിട്ടുള്ള ക്ലേ ഓർ ഷെയിൽ കളക്ട് ചെയ്തിട്ട് അത് ഗ്രൈൻഡ് ചെയ്ത് പൊടിച്ചിട്ട് ഒരു ട്യൂബ് മില്ലിൽ മിക്സ് ചെയ്യണമെന്നാണ് പറയാം. ട്യൂബ് മിൽ എന്ന് പറയുമ്പം ലാർജ് സ്റ്റീൽ ബോൾസ് ഉള്ള ഒരു റൊട്ടേറ്റിംഗ് മില്ലാണ്. അപ്പോൾ അതിലിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ സൈസുള്ള പാർട്ടിക്കിൾസൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ചെറിയ പൗഡറായി മാറുന്നുണ്ട്. സോ അങ്ങനെ ഒരു ട്യൂബ് മില്ലിൽ ഈ ഒരു രണ്ട് മെറ്റീരിയൽസും റോ മെറ്റീരിയൽസ് ലൈം സ്റ്റോണിൻ്റെ ചെറിയ ഫ്രാഗ്മെൻറ്റ്സും ചെറിയ സൈസുള്ള ലൈം സ്റ്റോൺസും അതേപോലെ ക്ലേ ഓർ ഷെയിലിൻ്റെ മെറ്റീരിയൽസും ആ രണ്ട് മെറ്റീരിയൽസ് കൂടെ മിക്സ് ചെയ്തിട്ട് ട്യൂബ് മില്ലിൽ വെച്ചിട്ട് അതിനെ ഫൈൻ സൈസ് ആയിട്ടുള്ള ഗ്രൈൻഡ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ വാട്ടർ ആഡ് ചെയ്തിട്ടൊരു സ്ലറി ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. Then this slurry is taken into slurry tanks or basins by pumping, where it is kept in an agitated motion, also blowing continuously compressed air from the bottom to prevent the settling of limestone and clay particles. Then slurry മറ്റൊരു സ്ലറി ടാങ്കിലേക്ക് മാറ്റുന്നു. ട്യൂബിൽ നിന്ന് സ്ലറിയെ പമ്പ് ചെയ്തുകൊണ്ട് ഒരു സ്ലറി ടാങ്കിലേക്ക് മാറ്റുന്നു. സ്ലറി ടാങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ അജിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലുള്ള പാർട്ടിക്കിൾസ് ഒന്നും സെറ്റിൽ ആവാതിരിക്കാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് അജിറ്റേറ്റ് ചെയ്യുന്നു. യൂസിങ് കംപ്രസ്ഡ് എയർ യൂസ് ചെയ്തുകൊണ്ട് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് അജിറ്റേറ്റ് ചെയ്യുന്നു. ഇതാണ് ഒരു ട്യൂബ് മില്ലിൻ്റെ ഫിഗറാണ് ഇത്. ഇറ്റ് ഈസ് ഏബിൾ ടു റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ലാർജ് സ്റ്റീൽ ബോൾസ് ഒക്കെ ഉണ്ടാവും. ഈ കുറേ സ്റ്റീൽ ബോൾസുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പരസ്പരം കൂട്ടിമുട്ടിയിട്ടാണ് വലിയ പാർട്ടിക്കിൾസൊക്കെ പൊടിഞ്ഞ് ഗ്രൈൻഡ് ചെയ്ത് ചെറിയ സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ആഫ്റ്റർ ദാറ്റ് ദ സ്ലറി ഈസ് സ്റ്റോർഡ് ഇൻ എ ഫൈനൽ സ്റ്റോറേജ് ടാങ്ക് ആൻഡ് ഈസ് കീപ് ദ സ്ലറി ഇൻ ഹോമോജിനിയസ് കണ്ടീഷൻസ്. Continuous agitation is done in the tank. Then ഈ സ്ലറിയെ മറ്റൊരു സ്റ്റോറേജ് ടാങ്കിലേക്ക് മാറ്റുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സ്ലറി എടുക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റോറേജ് ടാങ്കിലേക്ക് മാറ്റുന്നു. അതിൽ സ്ലറിയെ ഹോമോജിനസ് കണ്ടീഷൻസാക്കി മാറ്റുന്നു. എല്ലാ മെറ്റീരിയലും ഒരേപോലെ എല്ലാ സ്ഥലത്തുള്ള രീതിയിൽ നല്ല രീതിയിൽ അജിറ്റേറ്റ് ചെയ്ത് ഹോമോജിനസ് കണ്ടീഷൻസിൽ മാറ്റിയെടുക്കുന്നു. ആൻഡ് ദ കറക്റ്റഡ് സ്ലറി then അതിൻ്റെ പ്രൊപ്പോർഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ചെയ്തതിന് ശേഷം ദ കറക്റ്റഡ് സ്ലറി ഈസ് സ്പ്രേഡ് ഓൺ ടു ദ അപ്പർ എൻഡ് ഓഫ് ദ റോട്ടറി കിൻ. It is made up of thick steel cylinder of diameter 3 meter to 8 meters and length 30 to 200 meter, capable of rotating about its axis at a specific speed. Then ഇതാണ് നമ്മൾ ചൂളയിലേക്ക് റോട്ടറിക്ക് എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് ചൂടാക്കുന്ന ചൂളയാണ്. അപ്പോൾ അത് കേപ്പബിൾ ഓഫ് റൊട്ടേറ്റിംഗ്, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തിരിക്കും. അറ്റ് സ്പെസിഫിക് സ്പീഡിൽ അത് റൊട്ടേറ്റ് ചെയ്തിരിക്കും. ഈ ചൂളയുടെ സൈസ് എന്ന് പറഞ്ഞാൽ വേരീസ് ഓരോ സിമെൻറ്റ് ഫാക്ടറീസിനനുസരിച്ച് വേരി ചെയ്തിരിക്കും. ലാർജ് ക്വാണ്ടിറ്റീസ് ഉൽപ്പാദിപ്പിക്കുന്നത് വലിയ സൈസ് ഉള്ളതായിരിക്കും. ചെറിയ ക്വാണ്ടിറ്റിയാണ് സിമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ചെറിയ സൈസ് ഉള്ളതായിരിക്കും. സൈസ് വേരീസ്. These cylinders having diameters 3 meters to 8 meter. 3 meter മുതൽ 8 meter വരെ ഡയമീറ്റർ ഉണ്ടാവും. അതേപോലെ ലെങ്ത് എന്ന് പറയുന്നത് 30 meter to 200 meter. 30 meter മുതൽ 200 meter വരെ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പർ എൻഡിലേക്കാണ്, ഇതൊരു ഇൻക്ലൈൻഡ് പൊസിഷനിലാണ് ഈ റോട്ടറി കിൻ ഉണ്ടാവുക. ഇതിൻ്റെ അപ്പർ എൻഡിലേക്കാണ് നമ്മൾ ഈ സ്ലറി പ്ലേസ് ചെയ്യുന്നത്. And when the slurry is sprayed on the hot surface, it loses moisture and becomes flakes. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലോവർ എൻഡിൽ എന്നാണ് ഹീറ്റ് കൊടുക്കുന്നത്. റോട്ടറി കില്ലിൻ്റെ ലോവർ എൻഡിൽ നിന്ന് കോളൊക്കെ ബേൺ ചെയ്തിട്ടാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പർ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റ് ഉണ്ടാവും. ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പോർഷൻ ഏറ്റവും ലോവർ എൻഡാണ്. മുകളിലാണ് നമ്മൾ ആദ്യം സ്ലറി പ്ലേസ് ചെയ്യുന്നത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, ഹോട്ട് സർഫസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ലറിയുടെ മോയ്സ്ചർ കണ്ടൻറ്റുകൾ ലോസ് ആവുകയും അതൊരു ഫ്ലേക്സായി മാറുകയും ചെയ്യും. ചെറിയ ചെറിയ പാളികളായിട്ട് മാറും. And the rotary kill keeps rotating, causing the flakes to move from the upper end towards the lower end of the kill. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് മുകളിൽ ഫ്ലേക്സ് ആക്കി മാറിയത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അപ്പർ സൈഡിൽ നിന്ന് ലോവർ സൈഡിലേക്ക് മൂവ് ചെയ്യും. ഇതാണ് ഒരു റോട്ടറി കില്ലിൻ്റെ ഫിഗർ. ലെങ്ത്ത് 30 to 200 meter വരെ ലെങ്ത് ഉണ്ട്. ലാർജ് ലെങ്ത് ഉള്ള ഒരു എക്യുപ്മെൻ്റാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവെക്കും. മുകളിലാണ് നമ്മൾ ആദ്യം പ്ലേസ് ചെയ്യുക. അങ്ങനെ അവിടുന്ന് മോയ്സ്ചർ കണ്ടൻറ്റ് നഷ്ടപ്പെട്ടുകൊണ്ട് ഫ്ലേക്സ് ആക്കിയിട്ട് ഫ്ലേക്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് താഴത്തേക്ക് മൂവ് ചെയ്യും. Then at this stage
lime, silica and alumina get recombined, the fused materials turns into nodular form of size 3 mm to 20 mm known as clingers. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഈ ചൂളയിൽ ചൂടാവുന്ന സമയത്ത് സിമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ആയിട്ടുള്ള കാൽക്കേരിയസ് മെറ്റീരിയൽസിലും അർജിലേഷ്യസ് മെറ്റീരിയൽസിലൊക്കെയുള്ള ലൈം, സിലിക്ക, അലൂമിന തുടങ്ങിയ മിനറൽസ് അല്ലെങ്കിൽ എലമെൻസുകൾ അത് റീകമ്പൈൻ ചെയ്ത് പുതിയ കോംപ്ലക്സ് കോമ്പൗണ്ട്സുകളായിട്ട് മാറുന്നുണ്ട്, ഫ്യൂസ് ചെയ്ത് കോംപ്ലക്സ് കോമ്പൗണ്ട്സുകളായിട്ട് മാറുന്നുണ്ട്. ഫ്ലേക്സ് ആയിട്ടുണ്ടായിരുന്ന ഈ സ്ലറി, അതായത് മോയ്സ്ചർ നഷ്ടപ്പെട്ടുകൊണ്ട് ഫ്ലേക്സ് ആയിട്ട് മാറിയിട്ടുള്ള സ്ലറി റോൾ ചെയ്ത് താഴെത്തുന്ന സമയത്തേക്ക് ചെറിയ ലംസ് അല്ലെങ്കിൽ ചെറിയ നോഡുലാർ ഫോമിലേക്ക് റൗണ്ടഡ് ഷേപ്പിലേക്ക് മാറുന്നുണ്ട്. അതിൻ്റെ ഡയമീറ്റർ 3 mm to 20 mm, അബൌട്ട് 2 cm ഡയമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലിങ്കേഴ്സ് എന്ന് പറയും. ക്ലിങ്കേഴ്സ് വളരെ ഹോട്ടായിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഇതിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്ക് വളരെ ഹീറ്റ് കൂടിയ ഹോട്ടായിട്ടുള്ള ചെറിയ ലംസ് ആയിട്ട് ക്ലിങ്കേഴ്സ് ആയിട്ട് മാറുന്നു. The clinker is collected into a rotary cooler where it is cooled under controlled conditions. Then clinkers നെക്സ്റ്റ് മറ്റൊരു കമ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്നു. അവിടെ വെച്ചിട്ട് ഹോട്ടായിട്ടുള്ള ക്ലിങ്കേഴ്സിനെ കൂൾ ചെയ്തെടുക്കുന്നു. Then the cooled clinkers are then taken in a ball mill with the addition of 3 to 5% of gypsum to prevent flash setting of the cement. കൂൾ ചെയ്ത ക്ലിങ്കേഴ്സിനെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യണം. നമുക്ക് സിമെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈൻ പൗഡേഴ്സ് ആയിട്ടാണ്. സോ അതിനെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്യൂബ് മിൽ അല്ലെങ്കിൽ ബോൾ മില്ലിലേക്ക് മാറ്റുന്നു. ബോൾ മില്ല് അതിൽ സ്റ്റീൽ ബോൾസുകളുണ്ടാവും. അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റീൽ ബോൾസുകൾ പരസ്പരം സ്ട്രൈക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഈ ഒരു ക്ലിങ്കേഴ്സ് പെട്ടിട്ട് ക്ലിങ്കേഴ്സ് പൊടിയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിനെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ബൗൾ മില്ലിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 to 5% ഓഫ് ജിപ്സം ആഡ് ചെയ്യുന്നുണ്ട്. അത് ജിപ്സം ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഫ്ലാഷ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ക്വിക്ക് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്. വാട്ടർ ആഡ് ചെയ്ത ഉടനെ തന്നെ സെറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ക്വിക്ക് സെറ്റിംഗ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഫിഷ്യൻറ്റ് ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്. So the particles are crushed to required fineness, are separated by currents of air and taken to storage units from where the cement is bagged. വളരെ ഫൈനായിട്ട് മാറിയിട്ടുള്ള പാർട്ടിക്കിൾസിനെ എയർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു, സ്റ്റോറേജ് യൂണിറ്റിൽ അതിനെ പാക്ക് ചെയ്യുന്നു. ഇതാണ് ഫൈനൽ സ്റ്റേജ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ബോൾ മിൽ അല്ലെങ്കിൽ ട്യൂബ് മില്ലിൻ്റെ ഫിഗർ കാണാം. ഇത് ഉള്ളിലത്തെ ഫിഗറാണ്, ഇൻസൈഡാണ്. ഇപ്പോൾ ഇവിടെ സ്റ്റീൽ ബോൾസുകൾ കാണാം, ഒരുപാട് സ്റ്റീൽ ബോൾസ് ഉണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റീൽ ബോൾസ് പരസ്പരം സ്ട്രൈക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലുള്ള ക്ലിങ്കേഴ്സ് പൊടിഞ്ഞ് ഫൈനായിട്ട് മാറുകയാണ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ചിലപ്പം ചോദിക്കും. ഫ്ലോ ചാർട്ട് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ജസ്റ്റ് ഒന്ന് വെറ്റ് പ്രോസസ്സിൻ്റെ ഫ്ലോ ചാർട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ലൈം സ്റ്റോൺ കാണാം. ലൈം സ്റ്റോൺ നമ്മൾ ക്വാറീസിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അതിനുശേഷം ക്രഷ് ചെയ്ത് ചെറിയ പീസസുകളാക്കി മാറ്റിയിട്ട് സ്റ്റോറേജ് ബേസിനിൽ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലേ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നു, വാഷ് മില്ല് വെച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നു. കൂടെ വാട്ടർ കൂടെ ആഡ് ചെയ്ത് സ്ലറി ഫോമിലാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതും ഒരു സ്റ്റോറേജ് ബേസിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു. ഒരു വെറ്റ് ഗ്രൈൻഡിങ് മില്ലിൽ വെച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ചെറിയ ഫൈൻ സൈസിലേക്ക് മാറ്റുന്നു. വെറ്റ് കണ്ടീഷൻസിലാണ്, അതായത് വാട്ടർ ആഡ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ കൺവേർട്ടഡ് ഇൻ ടു സ്ലറി. Then slurry is stored in a storage tank. സ്ലറി ഒരു സ്റ്റോറേജ് ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്നു. അവിടെ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് അജിറ്റേറ്റ് ചെയ്യുന്നു, ഹോമോജിനസ് കണ്ടീഷൻസിലാക്കി മാറ്റുന്നു. റോട്ടറി കില്ലിലേക്ക് അത് പ്ലേസ് ചെയ്യുന്നു. റോട്ടറി കില്ലിൻ്റെ അപ്പർ സൈഡിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പർ സൈഡിൽ വളരെ ഹോട്ടായിട്ടുള്ള കണ്ടീഷൻസിൽ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ നഷ്ടപ്പെടുകയും അത് ഫ്ലേക്സായി മാറുകയും ചെയ്യുന്നു. റോട്ടറി കില്ല് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഫ്ലേക്സ് റോൾ ചെയ്ത് താഴെ എത്തുന്നു. താഴെ വളരെ ഹോട്ടായിട്ടുള്ള ഏരിയ ആണ് റോട്ടറി കില്ലിൻ്റെ ഏറ്റവും ബോട്ടം പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് അത് ക്ലിങ്കേഴ്സാക്കി മാറുന്നു, ചെറിയ സിമെൻറ്റിൻ്റെ കട്ടകളായിട്ട് മാറുന്നു. ആ ക്ലിങ്കേഴ്സിനെ പൊടിക്കണം. ഒരു ബോൾ മില്ല് അല്ലെങ്കിൽ ട്യൂബ് മില്ല് വെച്ചിട്ട് ക്ലിങ്കേഴ്സിനെ പൊടിച്ചെടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു അബൌട്ട് 5% ഓഫ് ജിപ്സം ആഡ് ചെയ്യുന്നു. ജിപ്സം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ പ്രോഡക്റ്റിനെയാണ് നമ്മൾ സിമെൻറ്റ് എന്ന് പറയുന്നത്. സിമെൻറ്റ് ഫൈനലി സിലോസിലാണ്, അതായത് ഒരു വെർട്ടിക്കൽ സ്റ്റോറേജ് ടാങ്ക്സിനെയാണ് സിലോസ് എന്ന് പറയുന്നത്. അതിലാണ് ഇത് സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നത്. ആ സിലോസ് എന്നാണ് പിന്നീട് സിമെൻറ്റ് ബാഗ്സ് ആക്കിയിട്ട് മാറുന്നത്.
നെക്സ്റ്റ് നമുക്ക് ഡ്രൈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അധികം ഡിഫറൻസസുകളൊന്നുമില്ല. മിക്സ് ചെയ്യുന്ന സമയത്ത് സിമെൻറ്റിൻ്റെ കമ്പോണൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ കണ്ടീഷൻസിലാണ് മിക്സ് ചെയ്യുന്നത്, സ്ലറി ആക്കിയിട്ട് മാറ്റുന്നില്ല. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇൻ ദ ഡ്രൈ പ്രോസസ് ദ റോ മെറ്റീരിയൽസ് ആർ ക്രഷ്ഡ് ഡ്രൈ ആൻഡ് ഫെഡ് ഇൻ കറക്റ്റ് പ്രൊപ്പോർഷൻസ് ഇൻ ടു ദ ഗ്രൈൻഡിംഗ് മിൽ വെർ ദേ ആർ ഡ്രൈഡ് ആൻഡ് റെഡ്യൂസ്ഡ് ഇൻ ടു എ വെരി ഫൈൻ പൗഡർ. റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള ലൈം സ്റ്റോൺ, കാൽക്കാരിയസ് മെറ്റീരിയൽസും ക്ലേ, അർജിലേഷ്യസ് മെറ്റീരിയൽസും ഗ്രൈൻഡ് ചെയ്ത് ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഗ്രൈൻഡിങ് മില്ലിൽ വെച്ചിട്ടത് മിക്സ് ചെയ്യുന്നു. ഡ്രൈ കണ്ടീഷൻസിൽ തന്നെ മിക്സ് ചെയ്ത് വളരെ ഫൈൻ ആയിട്ടുള്ള പൗഡർ ആക്കിയിട്ട് മാറ്റുന്നു. ദ ഡ്രൈ പൗഡർ ഈസ് കോൾഡ് റോ മീൽ. ഈ ഡ്രൈ പൗഡർ എന്ന് പറയുന്ന പേരാണ് റോ മീൽ എന്ന് പറയും. ദ ഡ്രൈ പൗഡർ ഈസ് ഫർദർ ബ്ലെൻഡഡ് ആൻഡ് കറക്റ്റഡ് ഫോർ ഇറ്റ്സ് റൈറ്റ് കോമ്പോസിഷൻ ആൻഡ് മിക്സഡ് ബൈ യൂസിങ് കംപ്രസ്ഡ് എയർ. അപ്പോൾ ആ ഒരു മെറ്റീരിയൽസ് ഫർദറായിട്ട് അതിൻ്റെ പ്രൊപ്പോർഷൻസ് കറക്റ്റ് ചെയ്യും. എല്ലാ കമ്പോണൻസ് പാർട്സും അതിൻ്റേതായിട്ടുള്ള പെർസെൻറ്റേജസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. വളരെ ഫൈനായിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കും. യൂസിങ് കംപ്രസ്ഡ് എയർ വെച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. കംപ്രസ്ഡ് എയർ വെച്ചിട്ട് അതിനെ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യും. ദ എയറേറ്റഡ് പൗഡർ ടെൻസ് ടു ബിഹേവ് ഓൾമോസ്റ്റ് ലൈക്ക് ലിക്വിഡ് ആൻഡ് ഇൻ അബൌട്ട് 1 hour ഓഫ് എയറേഷൻ എ യൂണിഫോം മിക്സ്ചർ ഈസ് ഒബ്റ്റൈൻഡ്. അപ്പോൾ ഇങ്ങനെ കംപ്രസ്ഡ് എയർ വെച്ചിട്ട് നല്ല രീതിയിൽ അജിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എയറേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ഫ്ലൂയിഡ് ഫ്ലൂയിഡ് പോലെ അത് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ലിക്വിഡ് പോലെ അത് ആക്ട് ചെയ്യും. ഒരു 1 hour ഓഫ് എയറേഷൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു യൂണിഫോം മിക്സ്ചർ ഒബ്റ്റൈൻ ചെയ്യും. The seaweed blended mixture fed into the rotating disc called a granulator disc or pelletizer. അപ്പോൾ ഇതിനെ നമുക്ക് റോട്ടറി കില്ലിലേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ അതിനൊരു പെല്ലറ്റൈസ് ആക്കണം, ചെറിയ ചെറിയ പെല്ലറ്റ്സുകളാക്കി മാറ്റണം. പൗഡർ രൂപത്തിൽ നമുക്ക് പ്ലേസ് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ്. ചൂളയിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ചെറിയ ഗ്രാനുവൽസ് അല്ലെങ്കിൽ ചെറിയ പെല്ലറ്റ്സുകളാക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതൊരു റോട്ടറി ഡിസ്ക്, ഒരു റൊട്ടേറ്റിംഗ് ഡിസ്കിലേക്ക് അതിനെ പ്ലേസ് ചെയ്യണം. അതിന് പറയുന്ന പേരാണ് ഗ്രാനുലേറ്റർ ഓർ ഡിസ്ക് പെല്ലറ്റൈസർ. ആ രീതിയിലും അതിന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഗ്രാനുലേറ്ററിൻ്റെ ഒരു ഫിഗർ. അപ്പോൾ ഇതിൽ ചെറിയ രീതിയിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഫൈൻ പൗഡർ ആയിട്ടുള്ള സിമെൻറ്റിനെ ചെറിയ ചെറിയ ലംസാക്കി, ചെറിയ ചെറിയ ഉണ്ടകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാനുലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സിമെൻറ്റ് പൗഡർ റോൾ ചെയ്ത് ചെറിയ പെല്ലറ്റുകളായിട്ട് മാറുന്നുണ്ട്. ഈ പെല്ലറ്റുകളാണ് നമ്മൾ ചൂളയിലേക്ക് പ്ലേസ് ചെയ്യുന്നത്, ചൂളേൻ്റെ അപ്പർ സൈഡിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. A quantity of water about 12% by weight is added to make the blended meal into the pellets. ചെറിയ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ബ്ലണ്ടഡ് മീൽ അല്ലെങ്കിൽ റോ മീലിനെ പെല്ലറ്റ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് വരും, ഡ്രൈ പ്രോസസ്സും വെറ്റ് പ്രോസസ്സും തമ്മിൽ രണ്ടിലും വാട്ടർ ആഡ് ചെയ്യുന്നില്ലെന്ന്. പക്ഷേ വെറ്റ് പ്രോസസ്സിൽ നമ്മൾ മിക്സിങ്ങിൻ്റെ സമയത്ത് തന്നെയാണ് വാട്ടർ ആഡ് ചെയ്തിട്ട് സ്ലറി ഫോമാറ്റിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മളതിനെ റോട്ടറി കില്ലിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെറിയ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, പെല്ലറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെറിയൊരു ക്വാണ്ടിറ്റി ഓഫ് വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. And this is done to permit airflow for exchange of heat for further chemical reactions and conversion of the same into the clinker. ഈ പെല്ലറ്റൈസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എയർ ഫ്ലോ പെർമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു റോട്ടറി കില്ലിലേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഹീറ്റ് ഇതിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ സം മോയ്സ്ചർ കണ്ടൻറ്റ് ഇതിലുണ്ടായിരിക്കണം. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് മോയ്സ്ചർ കണ്ടൻറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് ഇത് ക്ലിങ്കേഴ്സായിട്ട് മാറുന്നത്. These pellets fed to the rotary kiln where clinkers are formed and the clinker is then cooled and ground into the fine powder with the addition of gypsum. അപ്പോൾ നേരത്തെ ബാക്കി പ്രോസസ്സുകളൊക്കെ സെയിം തന്നെ. ഈ റോട്ടറി കില്ലിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ബോട്ടത്തിലെത്തുമ്പോഴേക്ക് ക്ലിങ്കേഴ്സായിട്ട് മാറുന്നുണ്ട്. ഈ ക്ലിങ്കേഴ്സ് നമ്മൾ കൂൾ ചെയ്ത് പൊടിക്കണം വിത്ത് ആഡിങ് സം ക്വാണ്ടിറ്റി ഓഫ് ജിപ്സം 5% ഓഫ് ജിപ്സം ആഡ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് പൊടിച്ചെടുക്കണം. ദ ഡ്രൈ പ്രോസസ് ഈസ് എക്കണോമിക്കൽ. ഡ്രൈ പ്രോസസ്സാണ് കൂടുതൽ എക്കണോമിക്കൽ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറ്റ് പ്രോസസ്സിൽ സ്ലറിയെ നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ലറിയിലുള്ള 50% ഓഫ് വാട്ടർ കണ്ടിന്യൂ ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഫ്യൂൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈ പ്രോസസ്സാണ് എക്കണോമിക്കലായിട്ടുള്ളത്. ഇൻ ദിസ് മെത്തേഡ് എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഈസ് കമ്പാരിറ്റീവ്ലി സ്മോളർ. അതുപോലെ ഡ്രൈ പ്രോസസ്സിൽ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി വെറ്റ് പ്രോസസ്സിനെക്കാട്ടിലും ചെറിയ എക്യുപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഫ്ലോ ചാർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, വെറ്റ് പ്രോസസ്സുമായിട്ടുള്ള ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ലൈം സ്റ്റോൺ ക്വാറീസ് നിന്ന് കളക്ട് ചെയ്യുന്നു, ക്രഷ് ചെയ്ത് ചെറിയ പീസസ് ആക്കി മാറ്റി ഹോപ്പേഴ്സിൽ
സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ ക്ലേ ക്രഷ് ചെയ്ത് ഫൈനാക്കിയിട്ട് ഹോപ്പേഴ്സിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വാട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതാണ് വെറ്റ് പ്രോസസ്സും ഡ്രൈ പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം. ദെൻ ലൈം സ്റ്റോണും ക്ലേയും രണ്ടിൻ്റെയും മിക്സ്ചർ കറക്റ്റ് പ്രൊപ്പോർഷൻസിൽ മിക്സ് ചെയ്യുന്നു. That mixture is called raw mix. Then it is stored in a storage tank where it is agitated using compressed air. അങ്ങനെ ഒരു ലിക്വിഡ് പരുവത്തിലേക്കാക്കി മാറ്റുന്നു. ദെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ടു റോട്ടറി കിൻ. റോട്ടറി കില്ലിൽ അപ്പർ സൈഡിൽ ഇത് പ്ലേസ് ചെയ്യുന്നു. റോട്ടറി കില്ലിൽ അപ്പർ സൈഡിൽ നിന്ന് ലോവർ സൈഡിലേക്ക് റോൾ ചെയ്ത് വരുന്ന സമയത്ത് അത് ക്ലിങ്കേഴ്സ് ആയിട്ട് മാറുന്നു. ദീസ് ക്ലിങ്കേഴ്സ് ആർ ഗ്രൈൻഡഡ് ഇൻ എ ട്യൂബ് മിൽ ഓർ ബോൾ മിൽ വിത്ത് ദ അഡീഷൻ ഓഫ് സം ജിപ്സം ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സിമെൻറ്റ് ആൻഡ് സിമെൻറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ സിലോസ്. ഇത്രയാണ് ഇതിൻ്റെ ഫ്ലോ ചാർട്ട് വരുന്നത്. ഫ്ലോ ചാർട്ട് അടക്കം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്: എക്സ്പ്ലെയിൻ വിത്ത് ഫ്ലോ ചാർട്ട് ദ മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റ് ബൈ ഡ്രൈ പ്രോസസ്. ഡ്രൈ പ്രോസസ്സിൽ എങ്ങനെയാണ് സിമെൻറ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2021 ഡിസംബർ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. അതേപോലെ എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റ് വിത്ത് നീറ്റ് ഫിഗേഴ്സ് വരച്ചുകൊണ്ട്, ഫിഗേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫ്ലോ ചാർട്ടാണ്. ഫിഗേഴ്സ് വരച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2023 ലാസ്റ്റ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് മെത്തേഡാണെന്ന് പറയുന്നില്ല. അപ്പം ഡ്രൈ പ്രോസസ്സിൻ്റെയും വെറ്റ് പ്രോസസ്സിൻ്റെയും ആ ഒരു ഡിഫറൻസ് ഇതിൽ മെൻഷൻ ചെയ്യേണ്ടി വരും. രണ്ട് മെത്തേഡും ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്യേണ്ടി വരും. ബാക്കി സ്റ്റേജസുകളെല്ലാം ഓൾമോസ്റ്റ് കോമൺ ആയതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് ഉള്ള സ്റ്റേജസ് മാത്രം ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.